ഇവിടെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20 മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ലിസ്റ്റ് ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പൊന്ന് നോക്കി. ഇപ്പം ഞാൻ നോക്കിയപ്പോഴാണ് 4 മണ്ഡലത്തിൽ മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾ കൈപ്പത്തി വിട്ടിട്ട് താമരയിൽ മത്സരിക്കുകയാണ് ഇത്തവണ. ഒന്ന് മുഖ്യമന്ത്രിക്കെതിരെ ധർമ്മടത്ത് മത്സരിച്ച രഘുനാഥ്, അങ്ങനെ പറയണം, എന്നാലാണ് പ്രാധാന്യം. അദ്ദേഹമാണ് കണ്ണൂരിലെ BJP സ്ഥാനാർത്ഥി. ആ പരിണാമം ഒന്ന് ആലോചിച്ചോണം. പത്തനംതിട്ടയിൽ സാക്ഷാൽ അനിൽ ആന്റണി, കോൺഗ്രസിന്റെ രണ്ടാമനായിരുന്ന ആളുടെ മകൻ അല്ലേ. 3 കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മാവേലിക്കരയിൽ മത്സരിച്ച ബൈജു കലാശാല മത്സരിക്കുക BJPക്ക് വേണ്ടി. മറ്റൊന്ന് വൈസ് ചാൻസലറൊക്കെ ആയിരുന്ന അബ്ദുൽ സലാം, UDFന്റെ ലീഗിന്റെ നേതാവ്, അദ്ദേഹം മലപ്പുറത്ത് മത്സരിക്കുന്നു. ആരുടെ ആളായി? താമര. ഇനി അദ്ദേഹം പറഞ്ഞല്ലോ ഞങ്ങളുടെ കൂടെ ഒന്ന് വലിയ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഇപ്പം ലീഡറുടെ മകൾ മോശക്കാരെത്തി, അവർ പറഞ്ഞോട്ടെ, നമുക്കാർക്കും തർക്കമില്ല. പക്ഷേ പത്മജയെ കാണാൻ വേണ്ടി എത്ര മണിക്കൂർ, എത്ര നേതാക്കന്മാർ പോയി, എത്ര ദിവസക്കാലം തപസിരുന്നിട്ടുണ്ടെന്നുള്ള കാര്യമല്ല ഈ നാട്ടിലെ മാധ്യമപ്രതികളായി നിങ്ങൾക്കറിയാലോ. വിട്ടേരി, പത്മജയ്ക്ക് വേണ്ടി വാദിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. പത്മജ പറഞ്ഞൊരു കാര്യം ഞാൻ ഇന്ന് വായിച്ചു. എൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അതിനകത്ത് പോയനോന്നാ, എന്നെ വിട്ടിരിക്കുന്ന എൻ്റെ ആങ്ങളെയാണെന്നാ. അപ്പോൾ തൊട്ട് പുറകെ വരുന്നുണ്ടെന്ന്, നീ പോയി നല്ലൊരു സ്ഥലമൊക്കെ ഒരുക്കി ഇടുക, ആങ്ങളെ പുറകെ വരുന്നുണ്ട്. അവിടെ വലിയ കുഴപ്പം. ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ മന്ത്രിയായിരുന്നിട്ട് പോയി അസംബ്ലിയിൽ മത്സരിച്ച് 6 മാസം വൈദ്യുത മന്ത്രിയായിരുന്നിട്ട് തോറ്റൊരു ചരിത്രം ഒരാളെ പറയാവൂ? ഒരു മന്ത്രി തോറ്റ്. ഞങ്ങളുടെ പാർട്ടി ഏരിയ സെക്രട്ടറിയാണ് ആര്? AC മൊയ്തീൻ. ഞങ്ങളുടെ ഏരിയ സെക്രട്ടറിയുടെ മുമ്പിൽ പോയി തോറ്റ ആളാണ് ഏതാ? ഈ ഗജവീരൻ എന്ന് പറയുന്നത്. അദ്ദേഹം മത്സരിച്ചതിനേക്കാൾ കൂടുതൽ തോറ്റിട്ടുണ്ട്. വടകരയിൽ P. ജയരാജനെ മുട്ടുകുത്തിച്ചതും അതെന്ത്? P. ജയരാജൻ എന്ന് പറയുന്നത് അത്ര വലിയ അല്ല, അദ്ദേഹം ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി. കണ്ണൂരിന്റെ ചങ്കല്ലേ P. ജയരാജൻ. അതൊക്കെ സമ്മതിച്ചു. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഈ മന്ത്രിസ്ഥാനത്ത് നിന്ന് പ്രിയപ്പെട്ട ആരുടെ ഒന്ന് ആലോചിക്ക്, ഇരുന്നിട്ട് പോയി തോറ്റിട്ട ഒരാളുണ്ടോ? KPCC പ്രസിഡന്റ് സ്ഥാനവും കളഞ്ഞിട്ടാണ് അദ്ദേഹം പോയത്. ഇനി അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാനൊന്ന് നോക്കി. SM കൃഷ്ണ ആരായിരുന്നു? 12 മുഖ്യമന്ത്രിമാരെ എണ്ണം പറഞ്ഞ 7.5 കഴിയും. 12 മുൻ മുഖ്യമന്ത്രിമാർ എവിടെയാണിപ്പോ? കോൺഗ്രസിലല്ല, BJPയിൽ. 110 MP മാർ ഇന്ന് ഇന്ത്യൻ ലോകസഭയിലുള്ള ഞങ്ങൾ പറയട്ടെ, ആർക്ക് അല്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ നാളെ പോയിട്ടില്ല, ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ബംഗാളിലോ ത്രിപുരയിലോ 2 3 പോലെ ഇത് പറയുന്ന പോലെ അതുപോലെയാണോ? CK പത്മനാഭൻ 1965 അദ്ദേഹം സ്റ്റുഡൻസ് ഫെഡറേഷന്റെ പ്രവർത്തകരായിരുന്നു. അദ്ദേഹം ആ കാലഘട്ടത്തിൽ തന്നെ വിട്ടിട്ട് 50 വർഷമായി. നിങ്ങളുടെ പഴയ MLA S. രാജേന്ദ്രനുമായിട്ട് ചർച്ച നടത്തിയിരിക്കുന്നു. എന്ത് കാര്യത്തിന്? അതുപോലെയാണോ പത്മജ പോയത്? അതുപോലെ അത് MLA പോലും അല്ല പത്മജ. രാജേന്ദ്രന് എങ്ങനെയാണ്? ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെ പാർട്ടിയിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിരുന്ന ആൾക്കെതിരായി പ്രവർത്തിച്ചു എന്ന് ഞങ്ങളുടെ ഒരു കമ്മീഷൻ വെച്ച് കണ്ടെത്തി അതിന്റെ അടിസ്ഥാനത്തിൽ അച്ചടക്ക നടപടി സ്വീകരിച്ച അദ്ദേഹത്തെ ഞങ്ങളുടെ പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞപ്പോ അദ്ദേഹം ഏത് പാർട്ടി പോയാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഇത് പ്രതാപന്റെ ജാഥയ്ക്ക് പോയി രാത്രി പ്രതാപനോട് ചെവിയിൽ സംസാരിക്കുന്ന കണ്ടവരല്ലേ നമ്മൾ. രാവിലെ പൊങ്ങിയത് എവിടെയാ? BJP ആസ്ഥാനത്ത്. അത് വല്ലൊരു ചെയ്യുമോ? അതെ. അപ്പോ ആ രീതിയിൽ നിങ്ങൾക്ക് CPM-നെ സംശയിക്കേണ്ടതില്ല എന്നുള്ളതാണ്. പക്ഷേ KC വേണുഗോപാൽ രാജ്യസഭയിലെ സീറ്റ് BJPക്ക് കൊടുത്തു എന്ന ആരോപണം പ്രചരണ വിഷയമാക്കും നിങ്ങൾ. അല്ലെ, പ്രചരണ വിഷയമല്ല അത്. ഈ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകത്തില്ലേ? ഞാൻ ചോദിക്കട്ടെ, അരിയാഹാരം ഇനി വേറൊരു കച്ചവടം കൂടെ ഉണ്ടോ എന്ന് BJP ആൾക്കാരാണ് പറയേണ്ടത്. അതുകൂടെ ഞാൻ പറഞ്ഞേക്കാം. എന്താണെന്ന് അറിയാവോ? ഈ പാലക്കാട്ട് നിന്ന് വടകരയ്ക്ക് പോയപ്പോ ഈ വടകരയിൽ BJP ഒന്ന് സഹായിച്ചാൽ അവിടെ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് മലപ്പുറത്ത് BJP ആണ്. കഴിഞ്ഞ ഏതാ? അല്ല, ഞങ്ങൾക്കുള്ള വോട്ടിൽ പരിമിതി ഉണ്ടല്ലോ. ആ വോട്ട് കുറച്ച് പാലക്കാട് ഷാഫി പറമ്പിലാണ് നല്ലതെന്ന് നിങ്ങൾ സമ്മതിച്ചു. അല്ല, അതുകൊണ്ടാണല്ലോ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നത്. പാലക്കാട് ഷാഫി പറമ്പിൽ നല്ലതായത് കൊണ്ടാണല്ലോ തെരഞ്ഞെടുത്തത്. തെരഞ്ഞെടുക്കുന്ന ഒരു മോശക്കാരാണോ?
തെരഞ്ഞെടുക്കുന്നവർ മോശക്കാരും തോക്കുന്നവർ നല്ലവരുമാണോ? അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ഒരു കാര്യം, മട്ടന്നൂരിൽ നിന്ന് ശൈലജ ടീച്ചറെ പാലക്കാട് കൊണ്ടൊന്ന് മത്സരിപ്പിക്കും. ഏതാ? അല്ല, ഞങ്ങൾക്ക് ഇപ്പൊ അങ്ങോട്ട് പോകേണ്ട കാര്യം വന്നില്ലല്ലോ. ശരി, അത് ശരിയാണ്. ഞങ്ങൾക്ക് അവിടെ ആളുണ്ടല്ലോ. വിമൽ രവീന്ദ്രൻ, നിങ്ങൾ ഇങ്ങനെ ആൾക്കാരെ ചാക്കിട്ട് പിടിക്കാൻ നടക്കുന്ന ഒരു പാർട്ടിയായിട്ട് കേരളത്തിൽ ചിത്രീകരിക്കപ്പെടുന്നുണ്ടോ?